പച്ചിന്റെ നെഞ്ച് കച്ചുമലായാലെന്താക്കും. കോഴിക്കോട്ടുകാർ വർത്താനം കേൾക്കാൻ ഒരുപക്ഷെ കേരളത്തിൽ എന്നല്ല മലയാളികൾക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊക്കെ പപ്പു അതുപോലത്തെ ഒരുപാട് നടന്മാർ. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ കോഴിക്കോടൻ തനതായ സംഭാഷണ രീതിയിൽ എൻ്റെ ഒരു ചെങ്ങായി ഇങ്ങനെ വല്ലാണ്ട് മനസ്സിനുണ്ട്. മൂപ്പരെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. അവരുടെ പുറയിലാണ് ഇപ്പോൾ ഉള്ളത്. ചോദിക്കാതെ കടന്നു വന്നാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറ്റാക്കാണ് പറയാം. ഇന്ത്യൻ ഷാമ്പിൻ്റെ താജുവിൻ്റെ പ്രിയപ്പെട്ട ചെങ്ങായിയാണ്. വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ എന്താ പറയുക ഒരു സഹോദരനെ പോലെ നമ്മുടെ വിജയത്തിലും പരാജയത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും അഭിപ്രായത്തിലും പ്രോത്സാഹനത്തിലും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ചങ്ങായിയുടെ ചങ്ങായി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഓ സിനിമാ നടനായി. പിന്നീട് നമ്മുടെ ദേവരാജൻ എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക മിമിക്രി കലാകാരനായ സിനിമാ താരമായ അവതാരകനായ ആങ്കറായ വലിയ ശബ്ദത്തിലുടമയായിട്ടുള്ള ദേവരാജൻ കണ്ടെത്തിയ ഒരു നടൻ. ആ നടനാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇത്രയും നേരം പറഞ്ഞു പേര് പറയാതെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ കലാകാരൻ. പിന്നീട് പ്രതിപാലൻ്റെ കൂടെ, അതിനുശേഷം സിനിമയ്ക്കകത്ത്, അതിനുശേഷം വിനോദേട്ടൻ്റെ കൂടെ ഡുഡു ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബ്രോബാബിയുടെ, പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് ഒരു നടനായി കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി. രമേശ് പിഷാരടി പെട്ടെന്ന് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ കുറിച്ചിട്ട്. അതായത് സുഹൃത്തായി വന്ന് വലിയ സിനിമാ നടനായി മാറിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരുപാട് നന്മകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു ചങ്ങായി സിനിമയിൽ അഭിനയിച്ചപ്പം രമേശ് പിഷാരടി കമൻറ്റ് ചെയ്തു. അപ്പോൾ ആള് ചെറുതല്ല, വലുതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇന്നുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷംസു വെള്ളിപ്പറമ്പ്. മണ്ണെ കുറിച്ചല്ലാന്ന് പറയാൻ 10-25 കൊല്ലത്തെ ബന്ധമാണ്. പിന്നെ ഒരുപാട് സന്തോഷമാണ് ഷംസുവിനോട് വർത്താനം പറയുമ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് കോഴിക്കോട് സ്ലാങ്ങിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കോഴിക്കോട് സ്ലാങ്ങിൽ ഇത്തരതായി ഒരൊറ്റ സ്റ്റൈൽ, അത് സ്റ്റാൻഡേർഡ് ആയാലും തറയായാലും പിന്നെ മിഡിലായാലും എവിടെയായാലും ഒരേ സ്റ്റൈലിൽ മാത്രമേ സംസാരിക്കുള്ളൂ ഷംസു. ഷംസു എന്ന സുഹൃത്ത്, ഷംസു വെള്ളിപ്പറമ്പ് എന്ന പേര് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം. ഫസ്റ്റത്തെ വെബ് സീരീസ് അവസ്ഥ. രണ്ടാമത്തത് നമ്മൾ വെബ് സീരീസ് ചെയ്തത് ഞാനും പ്രദീപും കൂടി. മൂന്നാമത്തത് നമ്മൾ ബ്രോബാബു, നമ്മുടെ ഡുഡു ഡയറക്ട് ചെയ്ത ബ്രോബാബു. പിന്നെ സിനിമ കഠിന കടോരം ഈ അണ്ടകട. അതോടുകൂടി സിനിമ ആ സിനിമ ഇറങ്ങുമ്പോഴല്ലേ രമേശ് പിഷാരടി കമന്റ്. അതെ, രമേശ് പിഷാരടി ആയിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ബന്ധമാണ്. പിന്നെ എൻ്റെ ഒരു ഞാൻ വന്ന സമയത്ത് കണ്ടിട്ടില്ല. ഷംസുവിന്റെ വീട് കൂടെ രമേശ് പിഷാരടിയും വൈഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ മനസ്സിലായല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത്, അന്നെ എങ്ങനെയാണ് ദേവരാജൻ എന്ന നടനായി കണ്ടത്? അതെന്താ ചാൻസ് വെച്ചത്? അതെന്താന്ന് പറഞ്ഞാൽ ദേവൻ അവസ്ഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുക ഒരു ദിവസം രാവിലെ. എന്നോട് പറഞ്ഞില്ല നമുക്കൊരു സ്കൂൾ കിട്ടും, നമുക്കൊരു ഓണത്തിൻ്റെ എപ്പിസോഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വിളിയാൽ 6 മൈൽ സ്കൂള് നമ്മൾ ചോദിച്ചാൽ കിട്ടും, നല്ല ഒരു അന്തരീക്ഷമുള്ള സ്കൂളാണ്. ഞാൻ എന്നാൽ പിന്നെ നിങ്ങളാവുന്ന റെഡിയാക്കി തരിക. ഞാൻ ആയിക്കോട്ടെ, നമ്മൾ ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ എന്താ സ്കൂളിൽ പോയിട്ട് റെഡിയാക്കി അവിടെ ഷൂട്ടൊക്കെ വിളിക്കുന്ന നടത്തി. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി സ്കൂട്ടറെടുത്ത് പോയി നോക്കും. എന്തായാലും ഉച്ചയ്ക്ക് ആശിട്ടുണ്ടെന്ന് ദേവൻ പറഞ്ഞു, നിങ്ങൾ ഇത് സാധനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എന്ത് സാധനം ചെയ്യും? ആ കണ്ട് നിങ്ങൾ അഭിനയിക്കും, നിങ്ങൾ ഒരു ലുങ്കി തുണി ഉപ്പായപ്പെട്ട് വരിയുന്നത്. അങ്ങനെ ഒരു കമ്പ വലിക്കുന്ന ഒരു സീന് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് ഭയങ്കര ആഗ്രഹമായി ദേവൻ എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ രണ്ടാമത് വേറൊരു വെബ് സീരീസ്, അല്ലാതെ ഇതിൻ്റെ അവസ്ഥ തന്നെ വേറൊരു എപ്പിസോഡിൽ ഒരു വേഷം, ഒരു ചാനലിക്കാരുടെ വേഷം വീണ്ടും ഓൻ വിളിച്ചതാണ്. മൂന്നാമത് ഒരു ലോട്ടറിക്കാരനായിട്ട്, ഒരു ലോട്ടറി കച്ചവടക്കാരനായിട്ട് അത് ചെയ്ത് അത് കണ്ടിട്ടാണ് കഠിന കടോരത്തിൻ്റെ ഡയറക്ടർ വാശി പിന്നെ സിനിമയിൽ വിളിക്കുന്നത്. ഞാൻ നെറ്റി ദേവനോട് ഇരിക്കാറുണ്ട്, ദേവന് ഇന്നിലും നടക്കുന്നത് ദേവന് മനസ്സിലാക്കിയിരിക്കും. കാരണം ദേവനോട് ഭയങ്കരമായിട്ടും എന്താ പറയുക ബഹുമാനവും നന്ദി തോന്നിയ സംഭവമാണ്. സുഹൃത്തായിട്ട് ഒരുപാട് വർഷക്കാലം കൂടെ നിന്ന ഒരു സുഹൃത്തിനെ ഒരു സ്ക്രീനിലേക്ക് ഒരു എന്താ പറയുക ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന ഒരു കുപ്പായം അണിയിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ദേവ. അതുപോലെ തന്നെ പ്രതിപാലൻ, അതുപോലെ തന്നെ ഡുഡു, വിനോദേട്ടൻ, പിന്നീട് കഠിന കടോരത്തിൻ്റെ അതിൻ്റെ സംഘാടകർ. ഈ ഷംസുവിൻ്റെ ഒരു വെറൈറ്റി സംഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഇന്നെ ഞാനൊരു പരിപാടിക്ക് ലേറ്റായിട്ട് വന്നു. ഷംസു ഇതൊരു ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ലേറ്റ് ആയിട്ട് വന്നാൽ ഇപ്പൊ നിൽക്കുന്നത് യഥാർത്ഥ ഷംസുമാണ്. ഞാൻ ഷംസുവിനോട് പറയാം, ഷംസു ഇന്നൊന്ന് ചീത്ത പറയുന്ന ഷംസു എങ്ങനെ പറയും? ഞാൻ സമയം വിളിച്ച് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് കറക്റ്റ് വരണ്ടേ, എത്ര നേരം ഞാൻ ഇവിടെ കാത്തിട്ട് പരിപാടി കൊടുക്കണ്ട. ഇവിടെ ആൾക്കാർ കമ്മിറ്റിക്കാരുടെ ചീത്തറിയാം. പൈസ കുറച്ചിട്ട് കാര്യമുണ്ട്, പരിപാടി നന്നാക്കേണ്ടിയില്ല നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ണുകള് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സ്ലാങ് ഉപയോഗിച്ചിട്ട് ഓൻ്റെ ആ ഒരു മോഡുലേഷൻ ഭയങ്കര രസമാണ്. അത് എത്ര പറഞ്ഞാലും സംസാരിൻ്റെ ഉള്ളിലുള്ള കലാകാരൻ ഒരുപാട് എന്താ പറയുക ഉയരങ്ങളിൽ എത്തുമെന്നുള്ള ഉറപ്പാണ്. ഇനി ഷംസുവിന്റെ സൗണ്ടിൽ നമ്മളൊരു പാട്ട് കേൾക്കാൻ വേണ്ടി പോകണം. ഞാനും പാട്ട് പാടും. ഞാൻ 14 വയസ്സ് വരെ പാട്ട് പാടിയിട്ടാണ് ഈ ഗാനമേള പ്രോഗ്രാമൊക്കെ എടുക്കുന്ന ആളായത് മാറുന്നത്. 14 വയസ്സ് ഈ ശബ്ദം മാറുന്നതിന് മുമ്പ് നന്നായിട്ട് പാട്ട് നന്നായിട്ട് പാട്ട് കേട്ടിരുന്നു. കാരണം ഞാനിപ്പോഴും എനിക്ക് മറന്നു പോകാത്തൊരു പാട്ട് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ നിലമ്പൂർ ഒരു ബീഡിൻ്റെ പരസ്യത്തിൽ, റോയൽ ബീഡി എന്ന് പറഞ്ഞൊരു ബീഡിൻ്റെ പരസ്യത്തിൽ, ഈ ബീഡിൻ്റെ പരസ്യത്തിന് പോയപ്പോൾ അതിനൊരു പാട്ട് ചെയ്തിരുന്നു. പാപ്പുള്ളി പാട്ട് ചെയ്തിട്ടുണ്ട്.
ആ പാട്ട് ഇപ്പോഴും എനിക്ക് മറന്നുപോയില്ല. കാരണം അതിൻ്റെ അനുപല്ലവിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ഒരു 25 കൊല്ലട്ടായിട്ടോ. ആ ഞാൻ പാട്ട് പാവങ്ങൾക്കും പണക്കാർക്കും ഒരുപോലെ പ്രിയനായി പകലന്തിയോളം ഉല്ലസിക്കുന്നോർക്ക് വരവായി സൂപ്പർ റോയൽ പിടിയെന്നും ഉല്ലാസത്തിനൊളിവായി നെന്മകിൽ മികവാണേ സൂപ്പർ ബീഡി റോയൽ ബീഡിയാണേ. ഞാൻ ഷംസു പാട്ട് പാടുന്ന കാര്യം, ഷംസു ഇങ്ങനെ ഒരു പാട്ട് കേട്ട കാര്യം, ഷംസുവിന്റെ ബാപ്പുക്ക് അറിയാവുന്ന ശരിക്കും ഏട്ടൻ തന്നെ. ബാപ്പുക്കന്റെ അനിയനാണ് ഷംസു. ഷംസും ബാപ്പുക്കും തമ്മിൽ പിന്നെ വോയിസ് ഒക്കെ ഏകദേശം സാമ്യമാണ്. ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് ബാപ്പുക്കായിട്ട് തോന്നും, ബാപ്പുക്ക് വിളിക്കുമ്പോൾ ഷംസായിട്ട് തോന്നും. രണ്ടാമത് നമ്മളോട് പറയില്ല. പക്ഷേ ഈ പാട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ലോട്ടറി ആയിട്ട് കിട്ടിയതാണ്. ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ ആ സമയത്ത് കുറേ പാട്ട് ഇലക്ഷൻ വർക്കുകൾക്കൊക്കെ മറ്റേ ഗുരുവായൂരും മറ്റേ പി ടി കുഞ്ഞുമുഹമ്മദ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഞാൻ പോയി പാട്ട് പഠിക്കും. എനിക്ക് തോന്നിയൊരു കാര്യമാണ് മാമുക്കാക്കന്റെ ഒരു സ്റ്റൈല് ഷംസുവിന്റെ വർത്താനത്തിലും അഭിനയത്തിലും എനിക്ക് തോന്നി പേഴ്സണലാണ്. അങ്ങനെ എന്തെങ്കിലും ഉള്ളിനുള്ളില് അല്ല, ഞാൻ ശരിക്കും ഇതുവരെ അഭിനയിച്ചില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. സത്യസന്ധമായിട്ട് ഇപ്പോൾ നമ്മൾ ജലാല് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് സംസാരിക്കില്ലേ, ആ ഒരു സിറ്റുവേഷൻ അന്നേരം നമ്മൾ എന്താണോ പറയുന്നത് അത് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ആ സിറ്റുവേഷൻ ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞു ഈ സിറ്റുവേഷൻ നിങ്ങൾ എന്താ ചെയ്യുക അതുപോലെ ചെയ്യും, ജീവിതത്തിൽ അത് ചെയ്യും. അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. കാരണം ബേസിക് ജോസഫ് തന്നെ നടന്ന കൂട്ടത്തിലാണ് ഞാൻ ആദ്യമായി സിനിമ ചെയ്തത്. കണ്ണകടോരം ബേസിക്കിനോട് പറഞ്ഞു നിങ്ങൾ അഭിനയിക്കുന്നത്, നിങ്ങൾ എന്താണോ അത് ചെയ്താൽ മതി എന്നാണ്. ആ സീനിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ സീൻ അത്ര ഭംഗിയാക്കും. ഡയറക്ടറും ബേസിലൊക്കെ ഒന്ന് കൈ പിടിച്ച് ഞാൻ മനസ്സിലാകുമ്പോഴത്തേക്ക് സംഭവം ഒക്കെ ആയിരുന്നു. ആദ്യമായി സിനിമയുടെ ക്യാമറ ഉപയോഗിക്കുക. രണ്ടാമത്തെ ഈ അഭിനയത്തിൻ്റെ അനുഭവം എന്താ പറഞ്ഞാൽ സോണിയുടെ OTT ഒരു വെബ് സീരീസിൽ ഞാൻ അഭിനയിച്ച രണ്ടാമത്. അത് ബ്ലൈൻഡ് ഫോൾഡ് എന്നാണ്. നമ്മളെ ഉണ്ടി പുഴൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത അഫ്സൽ ഖാനിൻ്റെ സ്ക്രിപ്റ്റ് മൂപ്പനെ ഒരു ഓഡിഷന് വിളിച്ച് കോഴിക്കോട്ടേക്ക്. അബുവാണെങ്കിൽ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഓഡിഷനോട് ഈ സ്ക്രിപ്റ്റ് തന്നതിലൂടെ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചതാണ്. ഞാൻ ഇത്തിരി ആളെ വിളിച്ച് ഞങ്ങൾ കുപ്പായപ്പെട്ടിട്ട് വച്ചിന് പണിയല്ല. ഞാൻ നോക്കി ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ 100% ഒപ്പം നന്നായിട്ടില്ല എന്ന് പറയാൻ ശരിയായി കാണിച്ചു പോയി. നിങ്ങൾ പോയി കൂടിയാണ് ഞാൻ നോ പ്രോബ്ലം, ഞാൻ ഇന്ന് നടക്കുന്ന ആളൊന്നല്ല ചേട്ട പറഞ്ഞെങ്കിൽ വന്നാൽ. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞ് ഇവർ ഷൂട്ട് തുടങ്ങി. ഇന്നെ വീട്ടിലെ കണ്ടോടെ കൊടുക്കില്ല. എന്നോട് പറഞ്ഞു ഞാൻ സിനിമയാണ് സോണിയിലെ ഇങ്ങനെ നിങ്ങളെ അഭിനയിക്കുന്നുണ്ട് ദിവസം രാവിലെ ബീച്ച് പടത്തോട്ട് വെക്കണം. ഞാൻ ചോദിച്ചു നിങ്ങൾ പറയാതെ. അപ്പൊ ഞാൻ പോയി രാവിലെ പോയി അക്ഷക്കാരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റേ സാധനം ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ പറ്റില്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആടെ ചെന്ന് ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറി ഡ്രസ്സും ജുബയൊക്കെ ഇട്ട് രാജ്യാല ഒരു വാച്ചൊക്കെ കെട്ടി കൂടി ക്ലാസ്സൊക്കെ വെച്ച് ലിജോമോളാണ് എൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ നായിക. അപ്പോൾ ലിജോമോളായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. ഫസ്റ്റ് ടേക്ക് നോക്കി ഞാൻ തന്നെ കിട്ടിപ്പോയി. അൻസാർ പറഞ്ഞ എൻ്റെ ഡയറക്ടറിനോട് പറയാം നിങ്ങൾ ചെയ്യൽ നിങ്ങളെന്താ ചെയ്യൂല എന്നാണ്. ഞാൻ ഇത് നമ്മുടെ സാധനം എനിക്ക് മനസ്സിലാകുന്ന റിഹേഴ്സലും പഠിക്കലൊന്നും റിയൽ ആയിട്ട് ചെയ്യണം. പ്രോംപ്റ്റിങ് പറ്റൂല. ഏത് പയ്യുന്ന നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ പ്രോംപ്റ്റ് ചെയ്യല്ലോ ഡയലോഗ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കണ്ടന്റ് പറഞ്ഞാൽ മതി. സാധനം ഞാൻ പറയും. ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട് ഓരോ സ്റ്റൈലുണ്ടാവും. ഷംസുവിന്റെ ഒരു സ്റ്റൈലാണ് ഷംസുപ്പം പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയ കലാകാരന്മാരൊക്കെ ഉൾപ്പെട്ടിട്ട് കുളൂസ് അവതരിപ്പിക്കുമ്പം ഞാനൊരു പ്രേക്ഷകനായിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അടക്കം പറഞ്ഞ് അതൊരു സിനിമ സൈഡ് പോലെ തോന്നി. സിനിമേൻ്റെ ഒരു ട്രെയിലർ പോലെ, സിനിമേൻ്റെ ഒരു ഭാഗം പോലെ അത്രയ്ക്കും പെർഫെക്ഷൻ അതിനകത്തുണ്ട്. കലാകാരന്മാരൊക്കെ പക്കയാണ്. കുളൂസിലേക്ക് വരുമ്പം ഷംസുവിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷംസു കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക മെരുങ്ങി എന്തിനും തയ്യാറായ രീതിയിലായി. നേരത്തെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഷംസു പറഞ്ഞാൽ ഓരോരുത്തർ അഭിനയിക്കണ കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റായിട്ട് ഞാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കണം. അതാണ് എൻ്റെ അഭിനയം. ആൾക്കാർ ഞാൻ ഭയങ്കര എന്തോ ഭയങ്കരമായിട്ട് അഭിനയിക്കാം പേടിച്ച് നിൽക്കുകയാണെന്നുള്ളത്. അപ്പം ബാക്കിയുള്ളവരുടെ അടുത്ത് കിട്ടുന്നതും കണ്ടതും ഒക്കെയാണ് ഷംസു ഇന്ന് അഭിനയത്തിൻ്റെ ആ ഒരു മേഖലയിൽ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും ഞാനിപ്പം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ പറയുക, നമ്മളിപ്പം ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ ചെയ്യുക. അപ്പം ബ്രോബാബു എന്ന് പറഞ്ഞ വെബ് സീരീസ് ഗാലറി വിഷന് വേണ്ടിയിട്ട് ഞാനും കബീറും കൂടിയായിരുന്നു ഡുഡുവിനെ വെച്ചിട്ട് നമ്മൾ വിനോട്ടനെ വെച്ച് ചെയ്തിരുന്നത്. അപ്പോഴും ഞാനും കബീറും പറയും നമുക്ക് റീല് ചെയ്യടാ, റീലിങ്ങനെ ചെയ്ത് വിടുക നമുക്ക്. അപ്പോൾ കഴിഞ്ഞ നോമ്പിന് റമദാനിൽ നമ്മൾ തുടങ്ങി. അപ്പം ഓൻ്റെ പേജ് നമ്മൾ പേര് മാറ്റി കുളൂസ് മീഡിയ എന്ന പേരൊക്കെ ഇട്ട് നമ്മളങ്ങോട്ട് തുടങ്ങി. കബീർ പേരിട്ട് മാത്രമല്ല കബീറാണ് അതിൻ്റെ നാടി. കാരണം സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വ്യക്തി
എൻ്റെ ലൈഫിൻ്റെ 99% എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു വ്യക്തിയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് കിട്ടിയ ഹിറ്റുകളും എനിക്ക് തന്നിട്ടുള്ള എന്താ പറയുക പാട്ടെഴുത്തുകളും എനിക്ക് കലാഫീൽഡിൽ എന്നോടൊപ്പം കബീർ ആൻഡ് നിസാർ മലയിൽ രണ്ടുപേരും നിന്ന് അത്ര വേറെ ആരും എൻ്റെ കൂടെ ഒരുമിച്ച് നമ്മൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ കബീർ പിന്നെ പണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. വിനോദേട്ടൻ്റെ കൂടെ അവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. പിന്നീട് കബീർ പക്ക മിമിക്രി ആർട്ടിസ്റ്റായി. പിന്നീട് കാർട്ടൂണിസ്റ്റാണ്, നല്ലോണം വരയ്ക്കും. ആ കബീർ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി, കോമഡി ഷോയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ കബീർ വന്ന് ഇപ്പം കുളൂസ് എന്ന് പറയുന്ന വെബ് സീരീസിൽ ഷംസുവിൻ്റെ കൂടെ എത്തി. ആ ഒരു CT കബീർ എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരനും അഭിനേതാവും മിമിക്രി കലാകാരനും ഒക്കെ ആയിട്ടുള്ള ആ കലാകാരൻ്റെ ആ ഒരു കലാസൃഷ്ടിയിൽ കബീർ ടച്ച് ശരിക്കാനകത്തില്ലേ? കബീർ ടച്ച് എന്നല്ല, കബീറാണതെല്ലാം. അതെന്താ കാരണം എന്നറിയോ? ഇത് സ്ക്രിപ്റ്റിംഗ് മാത്രമല്ലല്ലോ, ഇത് സംവിധാനം ചെയ്യണമല്ലോ, ഒരു ക്രിയേറ്റീവ്. അത് കബീർ ഇപ്പോൾ ഒരു വരി പോലും നമ്മൾ കബീർ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു ഷോർട്ട് സാധനം നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ഒരു വരി പോലും നമ്മൾ കബീർ എഴുതാത്തൊരു വരി പോലും സമ്മതിക്കൂല കബീർ. അത് ഞാൻ വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുക ശരിയാണല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടൂലല്ലോ. കാരണം 1, 2, 3 ഇതിൽ കബീർ എഴുതിയത് 1, 2, 3 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ സ്ഥലത്ത് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഇടും. അപ്പൊ കബീർ എഴുതിയ മൂന്നാമത്തെ സ്ഥാനം പോയി. അത് നമുക്ക് ആ അഭിനയിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ കട്ടൻഡറായിട്ട് ഞാൻ എഴുതിയത് പറഞ്ഞു, അത് റിസൾട്ട് വരുമ്പോൾ അക്കാര്യത്തിൽ കബീർ പുലിയാണ്. തർക്കമില്ല. അത് മാത്രമല്ല, ഇതിന്റെ ക്യാമറ ചെയ്യുന്ന ജിത്തു തെയ്യം കലാകാരനാണ്. വലിയ നല്ല ഇപ്പം നമ്മൾ കേവലം ഒരു മൊബൈൽ ഫോണിൽ എടുക്കുന്ന സാധനമാണ്. പലരും ചോദിച്ചിട്ടുണ്ട് അത് ഫോണിലാണെന്ന്. പക്ഷേ ജിത്തു എന്ന് പറഞ്ഞത് അസാധ്യ കല, നന്നായിട്ട് അഭിനയിക്കും, തെയ്യം ചെയ്യും, പാട്ട് പാടും, ആങ്കർ ചെയ്യും, ഒക്കെ ചെയ്യും. ആ ക്യാമറ ചെയ്യുന്നതിന് ഒരു ക്യാമറ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കും. കാരണം തന്നെ അത്രയും നന്നായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ പാഷൻ, ഭയങ്കര പാഷനാണ്. ഇത് വലിയ സാമ്പത്തിക ലാഭമൊന്നും കിട്ടുന്ന കേസൊന്നുമല്ല, നമ്മുടെ ചെറിയ പൈസ എന്താ കൊടുത്ത് ചെയ്യിക്കാനാണ്. പക്ഷേ ഇതിൻ്റെ ആവേശം, ആത്മാർത്ഥത, അതുകൊണ്ടാണ് ഓരോ വർക്കും ജനങ്ങൾ. അതെ. അപ്പം കുളൂസിലെത്തി നിൽക്കുമ്പം ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് നിന്ന് ഇറങ്ങണ ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടെങ്കിലും അതിൽ കുളൂസിൻ്റെ ഒരു വഴി വേറെ തന്നെയാണ്. അത് ഒരുപാട് ആളുകളുണ്ട്. കൂടുതലായിട്ടും കുളൂസ് പേജിലൂടെ ഒരുപാട് വർക്കുകൾ ഇനി വരട്ടെ. ഷംസുവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരട്ടെ. ഷംസു സിനിമയിലേക്കും പുതിയ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പലരും പറയും വിശാരടി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാനുണ്ടാവും, ഒരു സിനിമ സൗബീൻ്റെ ഒരു സിനിമ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരികയാണെങ്കിൽ അതിലുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സുഹൃത്തായ ഈ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ എനിക്ക് പറ്റിയതിൽ. പിന്നെ ഷംസു പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബാപ്പു വെള്ളിപ്പറമ്പിൻ്റെ അനിയനാണ്, എളാപ്പൻ്റെ മോനാണ്. അപ്പോൾ എന്തായാലും അക്കാര്യത്തിലും ഒരു സന്തോഷമുണ്ട്. കാരണം ആ ഒരു എഴുത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു സുഹൃത്തായി വന്നിട്ട് ഇപ്പോൾ ഒരു അഭിനേതാവായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷംസുവിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതാണ്, ഷംസുവിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അതിലാണ് നമ്മളൊക്കെ വീണുപോയത്. കാരണം എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയും സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലും സ്വന്തമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ആണെങ്കിൽ എല്ലാവരും നെഞ്ചിൻ്റെ ഉള്ളിലും ഷംസുവിനൊരു സ്ഥാനം ഉണ്ടാവും. കൂടുതൽ കുളൂസുള്ള വർക്കുകളായിട്ട് ഷംസുവും ടീമും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഷംസുവിനെ പോലുള്ള ഈ ഒരു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ഇഷ്ടപ്പെടാം. ഇനി എന്തായാലും ഇത് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു യാത്രയിൽ ഒരു കോൾ ചെയ്യുന്നു, നമ്മൾ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, ചായ കുടിക്കുന്നു. ഷംസുമായിട്ട് വർഷങ്ങളോളം എന്താ പറയുക ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഷംസു എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു കലാകാരനായിട്ട് മുന്നിൽ വന്നിട്ട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ സംസാരിക്കുന്നത്, അത് പ്രത്യേകിച്ച് എൻ്റെ മുന്നിലാകുമ്പോൾ, കാരണം എന്നെക്കാളും കൂടുതൽ പ്രേക്ഷകർ അറിയുന്ന ഒരു കലാകാരനായി. കാരണം ഞാൻ എൻ്റെ പരിപാടിക്ക് ആങ്കറായിട്ട് നമ്മൾ 10-20 കൊല്ലം മുമ്പ് ഷാഫിൻ്റെ പ്രോഗ്രാമായിട്ട് ആങ്കറായിട്ടൊക്കെ പോകുന്ന കാലത്ത് ഞാൻ വളരെ അസൂയോടുകൂടി നോക്കിയേനെ ഈ ഇങ്ങനെ സ്റ്റേജിൽ മറ്റേ മിമിക്രിയും ആങ്കറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലെനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നോട് വന്നു കഴിഞ്ഞ് വർത്താനം പറയുന്നത് എനിക്ക് ടോപ്പായി നിൽക്കാനപ്പോൾ ഞാനൊരു കമന്റ് ചെയ്യാം, എന്റെ പഠിക്കാരൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. ഉണ്ണി വളർന്നു. അത് വല്ലാത്തൊരു സത്യം. ഏതായാലും ഒരുപാട് സന്തോഷം. എല്ലാവരുടെ കൂടെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കാനും കഴിച്ചതിൽ ഏറെ അഭിമാനം, സന്തോഷം.
ഇതൊരു തുടക്കമാകട്ടെ. ഇതേപോലെ പല ആൾക്കാരും ഇന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരട്ടെ. തീർച്ചയായിട്ടും ഷംസുവിൻ്റെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഷംസുവിൻ്റെ വർത്താനം ഷംസുവിൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിട്ട് നമ്മൾ ഭണ്ഡാരടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഷംസുവിനെ ഇന്ന് തിരഞ്ഞെടുത്ത് ഷംസു ഓക്കെ ആയി. അപ്പോൾ അതിലൂടെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫുൾ ടീമായിട്ട് ഒരു കുറച്ച് സ്വറകളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം. അതെ.